ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഹബ്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ ഷർട്ടിൻ്റെ കോളർ ഭാഗത്തൊക്കെ ചളി പറ്റി പിടിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കീറി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കീറിയ ഷർട്ടുകൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് നമുക്കൊന്ന് റിപ്പയർ ചെയ്തിട്ട് കുറച്ച് കാലം കൂടെ യൂസ് ചെയ്യുന്ന ഒരു പരുവത്തിലാക്കി എടുക്കുന്ന ഒരു കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കോളറ ഭാഗത്ത് നിന്നിട്ട് ആ ഒരു കീറിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്കൊന്ന് ഊരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലേഡോ എന്തെങ്കിലും പിന്നുകളോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അവിടെയുള്ള തുന്നൊന്ന് അയച്ചെടുക്കണം. അതുപോലെ മുഴുവനായിട്ട് സ്റ്റിച്ച് ഊരിയെടുത്തൊരു ഷർട്ടാണിത്. അപ്പം ഈ ഒരു ഷർട്ട് ഞാനിതാ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നേരത്തെ കീറിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ തിരിച്ച് നമ്മൾ ആ ഷർട്ടിലേക്ക് തന്നെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ തിരിച്ച് ആ ഒരു കീറിയ ഭാഗം ഉള്ളിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. സാധാരണ കോളറയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നുള്ളൂ. ആ ഒരു പീസ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് പിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് നല്ല ഭാഗമായിട്ട് വരിക. നേരത്തെ നമ്മൾ കീറിയ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഈ കോളറിൻ്റെ ഉൾഭാഗത്തേക്കും പോകും. അപ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഈ ഒരു കീറിയ ഭാഗം ഉള്ളിലേക്ക് പോകും. അപ്പം ഇതേപോലത്തെ ഷർട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചിലർക്കെങ്കിലും ഇതൊന്ന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിനോളും കൂടെ പ്രസ് ചെയ്താലേ ഞാൻ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോളും.